എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുക. പാവം അൻമോൾ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല, ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോയത് ഗെയിം കളിക്കാനാണ് എന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ തിരിച്ചറിയുക. അല്ലാതെ ഒരാളെ മാത്രം അടിച്ചൊതുക്കി, അല്ല ആ ഒരാളോട് മാത്രം ഗെയിം കളിച്ച്, അല്ലെങ്കിൽ ഒരാൾ കാണിക്കുന്നു എന്നപ്പം നമുക്കും കാണിച്ചുകൂടെ എന്ന് പറഞ്ഞ് അനുമോളുടെ മെക്കെട്ട് കയറുക, ഇതൊക്കെ വളരെ മോശമായ കാര്യം. ആദ്യകാലങ്ങളിൽ ഇവർ അനീഷിനെതിരെയാണ്. അനീഷിന് പുറത്ത് ഫുള്ള് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കളം മാറ്റി അനുമോൾക്കെതിരെയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പം നോക്കിയാലും ഇവരുടെ ഗെയിം പോകുന്നത് അനുമോൾക്കെതിരെയാണ്. അനുമോൾ ടാസ്ക് ജയിക്കാൻ പാടില്ല, അനുമോൾക്ക് ഒന്നും പാടില്ല, ആരെ ഒന്നും പറയാൻ പാടില്ല, അനുമോളുടെ മെക്കെട്ട് കയറാം, അവർക്ക് എന്ത് വേണേലും അവിടെ കാണിക്കാം. ഇതാണ് അവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഗെയിം കളിക്കാൻ വന്നതാണ്, ഗെയിം കളിക്കുക, അതെല്ലാവർക്കും എതിരെ നമ്മൾ ഗെയിം കളിക്കണം. അല്ലാതെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. ഇങ്ങനെ പോയാൽ അനുമോൾ കപ്പും കൊണ്ടേ തിരിച്ചു വരും, അതിലൊരു സംശയവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും, നമുക്ക് തന്നെ ലൈവ് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഒരാളെ, അതൊരു പെൺകുട്ടിയെ നോക്കണം, വളഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സാവുമ മാത്രമേ ഉള്ളൂ കുറച്ചൊരു തിരിക്കുന്നത്. പുള്ളി അങ്ങനെ ഒരു ആരെയും വേദനിപ്പിക്കാൻ നിൽക്കുന്ന ഒരു സാവുമ മാത്രം. ബാക്കി എല്ലാവരും ഈ അനുമോൾക്കെതിരെ തിരിയും. പിന്നെ അനീഷും അധികം അനുമോൾക്കെതിരെ തിരിയത്തില്ല. ബാക്കി എല്ലാവരും, ഈ അക്ബറാണേലും അതെ, നെവിനാണേലും അതെ, പിന്നെ ആര്യനാണേലും, ഈ 3 പേരാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അനുമോൾ. ഇപ്പം ആദിലെ നൂറേയും തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി തമ്പുരാട്ടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഗെയിം കളിക്കാൻ പോയതാണ്, ഈ ഗ്രൂപ്പ്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒരാളെ ഒറ്റപ്പെടുത്തുകയാണ്. പുറത്ത് സപ്പോർട്ട് കൂടുതലാണ്. അനീഷിന് സപ്പോർട്ട് കൂടുതൽ. കാരണം എന്താ? പുള്ളി ഒരു പരിധി വരെ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത്. അനുമോളും ഒരു പരിധി വരെ ഒറ്റയ്ക്കാണ്. പക്ഷേ അതിലെ നൂറുടെ ഗ്രൂപ്പിൽ ചെന്ന് പോയി. ഇപ്പം അവരും നേരെ തിരിഞ്ഞിരിക്കുക. ഇപ്പം ആരുമില്ലാതെ ആണ് അനുമോളോടെ. പക്ഷെ ഇങ്ങനെ പോയ അനുമോൾക്ക് കൂടുതൽ വോട്ട് കിട്ടുക, അനുമോൾ കപ്പടിക്കാൻ സാധ്യതയുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരാളെ ഗ്രൂപ്പായി ആക്രമിക്കുക, അല്ലെങ്കിൽ കൂട്ടം കൂടി ആക്രമിക്കുക, ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ സിമ്പതി അനുമോൾക്കേ കിട്ടുകയുള്ളൂ. അത് ഈ മണ്ടന്മാർക്കും മണ്ടികൾക്കും അറിഞ്ഞുകൂടാ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതനുസരിച്ചല്ലേ ബിഗ് ബോസ് ഇവിടെ നിൽക്കണോ വേണ്ടയോ, ടോപ്പ് 5 വരണോ എന്നൊക്കെ. ഇങ്ങനെ പോയ അനുമോൾ കപ്പും കൊണ്ട് തിരിച്ചു വരിക. അനുമോൾക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അനുമോളെ എല്ലാവരും കൂടെ കൂട്ടം കൂടി ആക്രമിക്കുക, അനുമോൾ കരയുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കര ഇത് തോന്നും. പാവം കൊച്ചിനെ എല്ലാവരും കൂടെ ഇട്ട് ആക്രമിക്കണം, നമുക്ക് വോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അനുമോൾക്ക് വോട്ട് കൂടും. ഈ മണ്ടന്മാർക്കും മണ്ടികൾക്കും അത് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഗെയിം കളിക്കാനാണ് പോയെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക, അല്ലാതെ ഗ്രൂപ്പിസം കൂടി ഗെയിം കളിക്കുകയല്ല വേണ്ട. അത് ചീപ്പ് ഇതാണ്. ഒരു ടാസ്ക് ആണെങ്കിലും അതെ, അനുമോളെ അവിടെ ആ ടാസ്കിൽ അനുമോൾ ഫസ്റ്റ് വരാതിരിക്കാൻ മറ്റുള്ള മത്സരാർത്ഥികൾ ഒരുപാട് നോക്കുന്നുണ്ട്. കള്ളത്തരത്തിലൂടെ കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ നമ്മൾ കണ്ടു. കള്ളത്തരത്തിലൂടെയൊക്കെ അവർ അനുമോളെ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. ഇത് വളരെ ചീപ്പായിട്ടുള്ള ഇതാണ്. ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തുക, അല്ല ഒരാളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുക വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.